വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. അപ്പോൾ ഇന്ന് ഞാനൊരു സസ്റ്റൈനബിൾ ആൻഡ് റിസീലിയൻറ്റ് ഫീച്ചേഴ്സിൻ്റെ ഒരു കോൺഫറൻസ് നടന്നായിരുന്നു. അത് അമൃതപുരിയിലായിരുന്നു നടന്നത്. വിദ്യാപീഠത്തിലായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ, അങ്ങനെ പല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇറ്റ് വാസ് യമ്മി ഓൾസോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാഗ് കിട്ടിയായിരുന്നു. കോൺഫറൻസിനൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ളവർക്ക് ടാഗും ഉണ്ടായിരുന്നു. ഇത് പലതരത്തിലുള്ള പാർട്ടിസിപ്പൻസാണ്. റിസർച്ച് ചെയ്യണവർ, അല്ല സോഷ്യൽ എൻ്റർപ്രണേഴ്സ്, അങ്ങനെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ അവർ അമൃതക്കാർ ചെയ്യണതാണ്. ആൻഡ് ഡോക്ടർ മനീഷ മാമാണ് അത് പ്രസൻറ്റ് ചെയ്യണം ആദ്യം. അപ്പോൾ ഓരോ പ്രോജക്ട്സിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് പറയണത്. അപ്പോൾ ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുറേ സ്പോൺസേഴ്സ് ഉണ്ട് ഇതിൽ. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ കോൺഫറൻസ്. ആൻഡ് അവർ അതിനെ ബേസ് ചെയ്ത കുറേ എമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ്, അല്ലെങ്കിൽ അവർ NGOs അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ വരുത്തി അവരെ കൊണ്ട് ഓരോ റിസർച്ച് പേപ്പേഴ്സൊക്കെ പബ്ലിഷ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങും ആണേനും നെറ്റ്വർക്കിംഗ് ആണേനും. എൻ്റെ ചേച്ചിയും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ചേച്ചിയുടെ കൂടെയാണ് പോയത്. നമ്മൾ സെൽഫിയൊക്കെ എടുത്തായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് സദ്യ ഈ ഓണത്തിൻ്റെ സമയത്താണ് ഇതുണ്ടായിരുന്നത്. അപ്പോൾ സദ്യ പോലെ ഉണ്ടായിരുന്നു. അതും യമ്മി ആയിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. ആൻഡ് ഇത് ശരിക്കും പറയാൻ വെച്ചാൽ 4 ദിവസത്തെ ഒരു പ്രോഗ്രാമായിരുന്നു. സോ ഐ ഡിഡ് മൈ ഒരു ചെറിയ രീതിയിൽ കോൺട്രിബ്യൂഷൻ പോലെ ചെയ്തതാണ്. ആൻഡ് എനിക്ക് പറയാനുള്ളത്, പേപ്പർ മെയ്ഡ് ഫ്രം സ്റ്റോൺ. ഇപ്പം നമ്മൾ പേപ്പർ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ ഞാൻ വെറുതെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു, ലൈം സ്റ്റോണിനെ ബേസ് ചെയ്തിട്ട് ഒരു പേപ്പർ ഉണ്ടാക്കിയേക്കാണ്, ലൈക്ക് സം കമ്പനി. അപ്പോൾ അവർ അത് പ്രൊമോട്ട് ചെയ്യണമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ദാറ്റ്സ് എ വെരി കൂൾ ഐഡിയ ആക്ച്വലി. നമ്മൾ സ്റ്റോൺ ഏജിലേക്കൊക്കെ പോണ പോലെ എനിക്ക് തോന്നി. ആൻഡ് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു കിറ്റൊക്കെ കിട്ടിയായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇത് രാത്രിയിലത്തെ ഭക്ഷണമായിരുന്നു. ഒരു പൊറോട്ടയും പുലാവും എല്ലാം. ഇറ്റ് വാസ് ആക്ച്വലി വെരി അപ് ടു ദ മാർക്ക്. നല്ല ഫുഡായിരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ ആണ് ഫങ്ഷൻ. ആൻഡ് ഓഫ് കോഴ്സ് ഇത് അമൃതപുരി വരുന്നവർക്ക് അറിയാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്ലാക്ക് വാട്ടേഴ്സാണ് ഇതുള്ളത്. നമ്മൾ ബോട്ടിൽ പോയായിരുന്നു. അപ്പോൾ ബോട്ടിൽ പോയതിൻ്റെ ഒരു ചെറിയ കുട്ടി വീഡിയോയും ഉണ്ട് ഇതിൽ. ബോട്ടിൽ കണ്ടോ, എന്തൊരു രസമാണ് കാണാൻ. നമ്മൾ ആ ബോട്ടിൽ നമുക്ക് 3 പേരും മാത്രമായിട്ട് അച്ഛനും അമ്മയും ഞാനും കൂടിയിട്ടാണ് ആ ബോട്ടിൽ പോയത്. സോ ഇറ്റ് വാസ് റിയലി അമേസിങ്. വെള്ളം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഇപ്പുറത്താണ് അമൃത സേതു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്താണ് ആശ്രം, അപ്പുറത്താണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് അന്ന് രാവിലെ 4 ദിവസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത്. ബ്രെഡ് ജാം, ബട്ടർ, വട, ഇഡ്ഡലി എല്ലാം വേണമെങ്കിൽ നമുക്ക് പിന്നെയും പോയി എടുക്കാം. ലൈക്ക് ഇറ്റ് വാസ് വെൽ മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ്ഡ് ഓൾസോ. അപ്പോൾ എല്ലാവരും കഴിക്കുമായിരുന്നു. കണ്ടോ, സീറ്റിംഗ് അറേഞ്ച്മെൻ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു ശരിക്കും. ഒരു ടോട്ടൽ നമ്മളൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസിനൊക്കെ പോയി കഴിഞ്ഞ് എങ്ങനെയാണ് അതുപോലെ അവർ സെറ്റ് ചെയ്ത് വച്ചിട്ടുമുണ്ട്. ഇറ്റ് വാസ് അപ് ടു ദ മാർക്ക് ആക്ച്വലി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വെർച്വൽ റിയാലിറ്റി ബേസ് ചെയ്തിട്ട്, ഇത് മൂവാർ കോവിൽ എന്ന് പറഞ്ഞിട്ട് തൃച്ചിയിലുള്ള മൂവാർ കോവിലിലെ 3 ഗോപുരം ഉണ്ടായിരുന്നു. അതിൽ ഒരു ഗോപുരം ഇപ്പം ഇല്ല. അപ്പോൾ ടു റീസ്റ്റോർ ദാറ്റ് അവർ VR ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് 3D രൂപേണ നമുക്ക് അത് കാണാം. അപ്പോൾ അച്ഛനും അമ്മയും അതൊക്കെ നോക്കുമായിരുന്നു, ചെയ്യുകയൊക്കെ ആയിരുന്നു. സോ ആ ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ 3D ഇതായിട്ട് വെർച്വൽ റിയാലിറ്റി. സോ ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. സോ സസ്റ്റൈനബിളിൽ ശരിക്കും പറയാൻ വെച്ചാൽ ഫസ്റ്റ് തിങ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ടെമ്പിളിനൊക്കെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദിസ് ഈസ് എ വെരി ഗുഡ് തിങ് എനിക്ക് തോന്നി. നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇറ്റ് വാസ് ഡൺ ബൈ അമൃത വയർലെസ് നെറ്റ്വർക്ക്. WNA എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരാണത് അതിൻ്റെ ബ്ലെൻഡർ
ബ്ലെൻഡറും യൂണിറ്റി സോഫ്റ്റ്വെയർ വെച്ചിട്ടൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മൂവാർ കോവിൽ. അപ്പോൾ അതിൻ്റെ 3D പ്രിൻ്റഡ് ആയിട്ടുള്ള അവർ മൂവാർ കോവിൽ ഉണ്ടാക്കി അവിടെ വെച്ചു എന്ന് വെച്ചാൽ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ദേ പെയിൻറ്റഡ് ഓൺ ഇറ്റ്. ഒരു 3D പ്രിൻറ്റിംഗ് ഒക്കെ ഒരു കളറിലല്ലേ വരുള്ളൂ. ആൻഡ് ദേ പെയിൻറ്റഡ് ഓൺ ഇറ്റ്. ആൻഡ് ദെൻ ഐ ട്രൈഡ് ഔട്ട് അനദർ വൺ വിച്ച് വാസ് ലൈക്ക് വിർച്വൽ റിയാലിറ്റി. ഒരു സ്റ്റിക്കൊക്കെ ജോയ് സ്റ്റിക്ക് തന്നിട്ടുണ്ട്. ആൻഡ് 2 കൈയായിട്ടാണ് അത് കാണുക. ആൻഡ് ദിസ് ഈസ് ലൈക്ക് ഒരു മോങ്കിൻ്റെ ഒരു സിക്കിമിലെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ നമ്മൾ വെർച്വലി എങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കും. ആൻഡ് ദെൻ ദ പെയിൻറ്റിങ്സ്, മധുബാനി പെയിൻറ്റിങ്സ്, മഹാരാഷ്ട്രൻ ബീഹാർക്കാരുടെ ഒരു പെയിൻറ്റിങ് ഉണ്ട്. അതിൻ്റെ ഒരു ഗാലറി സെറ്റപ്പ് ചെയ്ത് അത് നമുക്കിങ്ങനെ ആ ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നതാണ്, ഞാൻ കാണുന്നതാണത് എന്തൊക്കെയാണ് എന്നുള്ളത്. നമുക്ക് മൂവിയൊക്കെ ചെയ്യാം. വി ക്യാൻ ഗോ ഫോർവേഡ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ഡു ഐ സീ, ഇതാണ് ഈ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലാണ് ആ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലേക്ക് നമ്മൾ പോവുകയാണ്, സിക്കിം. ആൻഡ് അതിൽ ഓരോ ബുദ്ധിസ്റ്റ് എന്താ പറയുക, നമുക്ക് ആ അതിൽ കൈ കാണുന്നുണ്ട്, നമുക്ക് ഗ്രാബ് ചെയ്യാം. അവിടെ കുറേ സാധനങ്ങൾ അവർ വെച്ചായിരുന്നു. സോ യു ക്യാൻ ആക്ച്വലി ഗ്രാബ് ഇറ്റ് ആൻഡ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആൻഡ് യു ക്യാൻ പുട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് ഇഫ് യു വോണ്ട് ടു നോ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്, അത് ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ലൈക്ക് യു ഗെറ്റ് ഒരു പോപ്പപ്പ് പോലെ ഒരു ഇത് വരും. ആൻഡ് സോ യു ക്യാൻ റീഡ് ഇറ്റ്. സോ ഐ വാസ് റീഡിങ് ദ ഹോൾ തിങ്, എന്താണ് അവർ പറയണത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ വെച്ചിരുന്നത്. പിന്നെ 2-3 എണ്ണമൊക്കെ വെച്ചായിരുന്നു. ദാറ്റ് വാസ് എഗെയിൻ വെർച്വൽ റിയാലിറ്റി പോലെ, പക്ഷേ അത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ എയിംസ് ഹോസ്പിറ്റലിൽ ആണത് ഇപ്പം അത് യൂസ് ചെയ്യണുണ്ട്. MRIയും CT സ്കാനും ഒക്കെ 3D ഫോർമാറ്റിലായിട്ട് ഈ VR ഗ്ലാസ് വെച്ചിട്ട് നമുക്കത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡോക്ടേഴ്സിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബിക്കോസ് ഐ വാസ് ഡൂയിങ് ഇറ്റ്. അത് കാരണം അതാണ്. പിന്നെ വേറെ കുറേ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺഫറൻസ് ആയിരുന്നു. പല തരത്തിലുള്ള എന്താ പറയുക, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരും അത് അറ്റൻഡ് ചെയ്തായിരുന്നു. ആഫ്രിക്കയിൽ നിന്നും USA നിന്നും സ്വിറ്റ്സർലാൻഡ്, പല സ്ഥലത്തു നിന്നുള്ള, യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് കുട്ടി വീഡിയോ. Until next time, thank you for joining me.